ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ നവമി ആൻഡ് നിർവേദ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ ബേബിക്കുട്ടിയുടെ സ്കൂളിൽ PTA മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ നട്ടുച്ചയ്ക്ക് ഞാൻ പോകും കേട്ടോ സ്കൂളിലേക്ക്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്കൂളിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ കൂട്ടുപാത ഇറങ്ങേണ്ടി വന്നു. എൻ്റെ കൂടെ വേറൊരു പാരൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കൂട്ടുപാത ബസ് കേട് വന്നു, പഞ്ചറായി. അപ്പോൾ ആ പാരൻറ്റിൻ്റെ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നു കൂട്ടുപാതയ്ക്ക്. അപ്പോൾ പിന്നെ ഞങ്ങളിതാ കാറിൽ പോകുന്നു കേട്ടോ. സ്കൂളിൻ്റെ അവിടെ എത്തി, അവിടെ പാർക്ക് ചെയ്തു കേട്ടോ. പിന്നെ ഇതാ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ്. സ്കൂളിൽ കുറച്ച് പേർക്കൊക്കെ അറിയുണ്ടാവും, ശ്രീ മഹർഷി വിദ്യാലയ ഞാങ്ങാട്രി ആണ് പഠിക്കുന്നത്, 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ പാരൻസ് മീറ്റിംഗ് ആണ്. അപ്പോൾ അവരുടെ എൻട്രി ആണ് കേട്ടോ, സ്കൂളിലേക്കുള്ള എൻട്രി ആണിത്. നല്ല പോസിറ്റീവ് വൈബാണ് കേട്ടോ അങ്ങോട്ട് കിടക്കുമ്പോൾ. ഫുൾ മരങ്ങൾ, നല്ല തണലാണ്, കാണാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ സ്കൂള്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ പ്രെയറൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ വിടാറായി തോന്നുന്നുണ്ട്. അവളോട് ഞാൻ പറഞ്ഞു ആദ്യം സ്കൂൾ ബസ്സിൽ പോയിക്കൊള്ളണേ, എവിടെ പാരൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനും വരുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് സന്തോഷമാണല്ലോ. ഇതാണ് കേട്ടോ ബേബിക്കുട്ടിയുടെ സ്കൂള്. വണ്ടി ഇതാ ആ തലയ്ക്ക് മുതൽ ഈ തലയ്ക്ക് വരെ സ്കൂൾ ബസ്സുകൾ നിൽക്കുന്നുണ്ട്. സ്കൂള് വിട്ടു, പിന്നെ അവൾ ഓടി വരിക. ഓരോ കുട്ടികളിങ്ങനെ വിടുമ്പോൾ പിന്നെ ആകെ തിരക്കം വിട്ടു. അവരുടെ PT സാറൊക്കെ കൊണ്ടുട്ടോ പോണത്. പിന്നെ ഡ്രൈവർ ചേട്ടന്മാരാണ് അതൊക്കെ. അപ്പോൾ ഇതാ ധൻവിൻ്റെ അമ്മയാണ് കേട്ടോ. എൻ്റെ വീതുട്ടനും ആ ഉണ്ണിയും ഒരേ ടൈമാണ് കേട്ടോ. ഞാൻ ഇന്നാണ് ഡെലിവറി, എൻ്റെയൊക്കെ ആ ചേച്ചിയുടെ നാളെ ആയിരുന്നു. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നിർത്താനം വരുന്നപ്പോൾ പറയാം അതൊന്നും ഇടണ്ട പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ എന്തിനും ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ബസ്സിൽ 8ാം നമ്പർ ബസ്സിൽ ചേച്ചിയോട് പറഞ്ഞു നവമി എൻ്റെ കൂടെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഇതാ സ്കൂൾ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഞാൻ നവമീനെ കണ്ടു എന്നിങ്ങനെ നോക്കും, ആരോടെ ചോദിച്ചു കേട്ടോ. ആ നവമി ചേച്ചിയെ ഓടി വരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് അനുശ്രീയുടെ അമ്മ പറഞ്ഞു അതാ നവമി വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അതാ വരുന്നത് നമ്മുടെ താരം, മിന്നും താരം നവമിക്കുട്ടി. ബേബിക്കുട്ടി എത്തി. അപ്പോൾ അവൾ പറയും അമ്മേനെ ഞാൻ കുറേ നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വർത്താനം പറഞ്ഞു ഇതാണ് അനുശ്രീ, അവൾ 4th പഠിക്കുന്നത്. ഡാൻസിനൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല തിരക്കായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ ഹൗസ് മീറ്റിംഗ് ആയിരുന്നു. ഇതാണ് കേട്ടോ അവരുടെ സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ. കുറേയൊന്നും എടുക്കാൻ പറ്റില്ല. സ്കൂൾ ബസ് ഇത് അവിടുന്ന് മുതൽ ഇതുവരെ ഉണ്ട്. 1 മുതൽ 20 നമ്പറോ അങ്ങനെ ഉണ്ടോണു സ്കൂൾ ബസ്. ഇവരുടെ 8ാം നമ്പർ ബസ്സാണ്. അപ്പോൾ അങ്ങനെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. കുറേ കുട്ടികൾ സ്കൂൾ ബസ്സിൽ പോകുന്നുണ്ട്, കുറേ പേര് പാരൻസിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മീറ്റിംഗ് ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ നല്ല തിരക്കായിരുന്നു. പാരൻസ് ഒരുപാട് പേരുണ്ടായിരുന്നു. അതുപോലെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഈ കുട്ടി വന്ന് പറയണ വ്ളോഗൊക്കെ കാണാറുണ്ട് കേട്ടോ എന്ന്. അപ്പോൾ ഞാൻ ആണോ മോളേനെ പെടുത്തിയിട്ടുണ്ട് കേട്ടോ പറഞ്ഞു കേട്ടോ. ഉണ്ണിയുടെ പേര്, ആ കുട്ടിയുടെ പേര് ഞാൻ മറന്നേ. അപ്പോൾ ഇതാണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അമ്മ, ആത്മികയുടെ അമ്മയാണ് നീതു ചേച്ചി. അപ്പോൾ മോൻ കരയേണ്ടി പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓടിപ്പോയതാണ് കേട്ടോ. മോൻ UKG പഠിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ നടന്നു പോയി. ഇവിടെയാണ് മീറ്റിംഗ് നടക്കുന്നത് കേട്ടോ. ആ ഹോളിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് നടക്കുന്നത്. ഇത് ഇവരുടെ ബസ്സിലുള്ള തന്നെയാണ് കേട്ടോ, വിസ്മയ. അപ്പോൾ അവൾ ഹായ് തരുമായിരുന്നു. കുറേ പേരൊക്കെ നമ്മുടെ വീഡിയോ കാണാറുണ്ട് പറഞ്ഞിട്ട് സന്തോഷം. നമ്മളെ കുറച്ച് പേരൊക്കെ അറിയുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചൊക്കെ പറ്റുന്ന പോലെ വീഡിയോ എടുത്തതാണ്. ഇവളുടെ ബേബിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, പേര് ആത്മിക. നമ്മുടെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അവളെന്നെ. അപ്പോൾ ആത്മികയും ബേബിയും കൂടിയിട്ട് റീൽസ് ചെയ്യണം എന്നായിരുന്നു കേട്ടോ. അപ്പോൾ എന്തോ അവരോട് ഇവിടെ നിൽക്കേണ്ട വണ്ടി വരും പറഞ്ഞതായിരുന്നു കേട്ടോ. ഇതും അവളുടെ ഫ്രണ്ടിൻ്റെ അമ്മയാണ്, ദക്ഷയുടെ അമ്മയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ ഓഫ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഹാളിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ സൈൻ ചെയ്യണം, അവരുടെ പേരിൻ്റെ ഭാഗത്ത് പാരൻറ്റ് സൈൻ ചെയ്യണം. അപ്പോൾ സൈനൊക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ പോയിരുന്നു. ഒരുപാട് നേരം ഉണ്ടായിരുന്നു കേട്ടോ മീറ്റിങ്ങിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. ഒരുപാട് നേരമായിരുന്നു. ഞാൻ പറയാം, നിങ്ങൾക്ക് കാട്ടിത്തരാം. പാരൻസ് എല്ലാവരും അവിടെ ചെയറിട്ടിരുന്നു. ഞങ്ങൾ ബെഞ്ചിലായിരുന്നു ഇരുന്നത്. അപ്പോഴേക്കും ചെയർ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ചെയർ ഇടാനൊക്കെ പറഞ്ഞായിരുന്നു പ്രിൻസിപ്പൾ അവിടെ നിന്നിട്ട്. പക്ഷെ പിന്നെ ഞങ്ങൾ ബെഞ്ചിൽ തന്നെ ഇരുന്നു. പിന്നെ ബാക്കിൽ നിന്ന് വരുന്നവരോടൊക്കെ ഫ്രണ്ടിലിരുന്നോളം പറഞ്ഞു. കുട്ടികളേനൊക്കെ പുറത്തേക്കാക്കി. കുട്ടികൾ അവിടെ ഇരുന്ന ഡിസ്റ്റർബൻസ് ആവും പറഞ്ഞു, കാരണം ശബ്ദം ഇട്ടിട്ടേ. അപ്പോൾ എല്ലാവരോടും കുട്ടികൾ മൊത്തം പുറത്തേക്ക് ഇറങ്ങണം പറഞ്ഞു. ഇതാണ് കേട്ടോ ആത്മികയുടെ അനിയൻ. അപ്പോൾ എല്ലാവരെയും പുറത്തേക്ക് ഇറക്കി. അവരോട് എല്ലാവരോടും പുറത്ത് ഇറങ്ങണം, പാരൻസ് മാത്രമേ ഹോളിൽ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പ്രിൻസിപ്പൾ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ. കാരണം അവർ പറയണമൊന്നും കേൾക്കില്ല. അല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുത്തത് ഭയങ്കരമായിട്ട് മൈക്കടത് കാരണമാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഈ മീറ്റിംഗ് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ വരാൻ കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് മീറ്റിംഗാണ്, ഇവരുടെ 3rd സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടുള്ള ഫസ്റ്റ് മീറ്റിംഗ്. ഈ മീറ്റിങ്ങിൽ പല കാര്യങ്ങളും പറയാം എന്നാണ് ഈ മീറ്റിംഗ്. നെഗറ്റീവ്സ് ആണെങ്കിലും സ്കൂളിനെ കുറിച്ചിട്ടോ ടീച്ചേഴ്സിനെ കുറിച്ചിട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് തോന്നുന്നത് പാരൻസിന് പറയാനുള്ളൊരു സെക്ഷൻ ഉണ്ട്. ടീച്ചേഴ്സ് അവരുടെ കാര്യങ്ങളും അതുപോലെ തന്നെ അത് ടീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് കേട്ടോ. അത് ധന്യ മിസ്സ്, അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെ മിസ്സുമാർ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ സെക്ഷനാണത്.
ഓരോ മിസ്സുമാരിങ്ങനെ അവരുടെ പേരും ഏത് സബ്ജക്റ്റാണ് എടുക്കുന്നതെന്നും കുട്ടികളെ കുറിച്ചിട്ടും എങ്ങനെയാണ് കുട്ടികളെന്നൊന്നും ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയും. അതായിരുന്നു ആ സെക്ഷൻ. അതിലെല്ലാ ടീച്ചേഴ്സും 3ഉം 4ഉം 5ഉം ക്ലാസ്സുകളിലുണ്ടായിരുന്നു. അത് കാരണം എല്ലാ ടീച്ചേഴ്സും ഉണ്ടാവുമല്ലോ. ഇത് തുടങ്ങുമ്പോൾ ഇത്ര പേരുണ്ടാവും കേട്ടോ. ലാസ്റ്റ് നന്ദി പ്രകടനം എത്തുമ്പോഴേക്കും നിന്നു. ഇത് ഇവരുടെ മിസ്സാണ് കേട്ടോ. അതുപോലെ തന്നെ രാജലക്ഷ്മി മിസ്സ് ഇവരുടെ ക്ലാസ് മിസ് ഉണ്ടായിരുന്നു. പിന്നെ ഓരോ ടീച്ചേഴ്സ് എനിക്ക് പേരൊന്നും അത്ര ഓർമ്മയില്ല, കാരണം ഇവർക്ക് 3rd സ്റ്റാൻഡേർഡിൽ എത്തിയപ്പോൾ പുതിയ മിസ്സുമാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെനിക്ക് അത് പരിചയപ്പെടുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബേബിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് പറഞ്ഞതെന്ന് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. പക്ഷേ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, കാരണം ആകെ തിരക്കായി. ഞാൻ പറഞ്ഞല്ലോ 2 മണിക്ക് 2:30ക്കായിരുന്നു ഞാൻ ഇവിടുന്ന് കയറിയത് ബസ്സിന്. എത്തിയത് 6 മണിയാകുമ്പോഴേക്കാണ് എത്തിയത്, കാരണം അത്രയും വൈകി. ഇതും ഇവരുടെ കൂടെ വന്നതുകൊണ്ട് എനിക്ക് വണ്ടിയിൽ വരാൻ പറ്റിയത്, അല്ലെങ്കിൽ ഞാൻ ലൈൻ ബസ്സിൽ കയറിയിട്ട് വരണമായിരുന്നു. അപ്പം അത്രയും ബുദ്ധിമുട്ടി. പിന്നെ സ്കൂളിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. പ്രിൻസിപ്പൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ എന്തൊക്കെ കുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ ടീച്ചേഴ്സും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ മടുപ്പ് വന്നു കേട്ടോ നമുക്ക്. കാരണം PTA മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പാരൻസിൻ്റെ സെക്ഷനായിരുന്നു കേട്ടോ. ഒരുപാട് പാരൻസ് ഇപ്പോൾ അവരുടെ അഭിപ്രായം പറഞ്ഞു കേട്ടോ. ക്ലാസ്സിൽ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല നല്ല ടീച്ചേഴ്സ് നമുക്ക് ഇപ്പോൾ ബേബിക്കാണെങ്കിൽ പോലും ഹിന്ദി ടീച്ചർ, അതുപോലെ തന്നെ സംസ്കൃതം ടീച്ചർ, അങ്ങനെ കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്. അവരൊക്കെ അടിപൊളിയായിട്ടാണ് കേട്ടോ ക്ലാസ് എടുക്കുന്നത്. മാത്സ് അതൊക്കെ അവർക്ക് ഏറ്റവും ടഫ് തോന്നുന്നത് സോഷ്യലും സയൻസുമാണ്. ബാക്കി അത്രയൊന്നും അങ്ങനെ ബുദ്ധിമുട്ട് തോന്നാറില്ല, കാരണം സോഷ്യലും സയൻസും അത്രയും ടഫാണ്. പാരൻസിൻ്റെ സെക്ഷനിൽ ടീച്ചേഴ്സിന് പറ്റിയ തെറ്റുകൾ, അതുപോലെ തന്നെ എന്തൊക്കെ അവർ ശ്രദ്ധിക്കണം, സ്കൂളിലേക്ക് വേണ്ട കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു. പിന്നെ വൈസ് പ്രിൻസിപ്പൾ പാരൻസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടിയും പറഞ്ഞു. നിങ്ങൾ പിന്നെ ഫീസിൻ്റെ കാര്യങ്ങൾ ടേമായിട്ടാണ് അടയ്ക്കുന്നത്, അത് മാറ്റിയിട്ട് മന്ത്ലി അടച്ചാലാണ്, അങ്ങനത്തെ കുറേ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ID കാർഡിൻ്റെ കാര്യം. ഇവരുടെ ഒരു നെഗറ്റീവ് എന്താ വെച്ചാൽ ID കാർഡ് ലാസ്റ്റാണ് കിട്ടാറ്. പ്രാവശ്യം പറഞ്ഞു ഓഗസ്റ്റ് 31 കിട്ടുമെന്ന്. നോക്കാം നമുക്ക്. ഈ ID കാർഡ് ലാസ്റ്റ് കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. ID കാർഡ് ജൂൺ ആകുമ്പോഴേക്കും കിട്ടണം, ആ തരത്തിലായിരിക്കണം. അപ്പോൾ അതെന്തോ ഒരു ടെക്നിക്കൽ എറർ കാരണമാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞ് നന്ദി പറയുന്നത് ഈ സാറാണ് കേട്ടോ. നന്ദിയൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ കഴിഞ്ഞു കേട്ടോ. ആ സെക്ഷനൊക്കെ കഴിഞ്ഞ് ടീച്ചേഴ്സിനെ കണ്ടു. എല്ലാ ടീച്ചേഴ്സും നല്ല അഭിപ്രായമാണ് നവമിയെക്കുറിച്ച് പറഞ്ഞത് കേട്ടോ. അത് നമുക്കിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല, കാരണം തിരക്ക് കാരണം. മാത്സ് ടീച്ചറാണെങ്കിലും ഇംഗ്ലീഷ്, ഹിന്ദി എല്ലാ ടീച്ചേഴ്സും നവമി ബ്രില്യൻ്റ് ആണെന്ന് തന്നെയാണ് പറഞ്ഞത്. മാർക്കൊക്കെ ഉണ്ട്, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ട്, ചെറിയ വർത്താനമൊക്കെ ഉണ്ട് പറഞ്ഞു കേട്ടോ. അത് പിന്നെ കുഴപ്പമില്ല, കുട്ടികളല്ല. CBSE ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് വർത്താനം പറയരുതെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഫുൾ മാർക്ക് കിട്ടുന്നതല്ലല്ലോ കാര്യം. അവൾക്ക് മാർക്സൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളത് കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേഗം ഇറങ്ങി. അവർ തന്നെ ഞങ്ങളോട് പോന്നോളാൻ പറഞ്ഞു കേട്ടോ. അവരും വേറെ എങ്ങോട്ടും പോകണില്ല, അങ്ങോട്ട് തന്നെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. അവരുടെ കൂടെ തന്നെ കാറിൽ ഞങ്ങൾ ഇറങ്ങി. അത് കാരണം എനിക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയിട്ട്, വീടിൻ്റെ അവിടെ ഇറങ്ങാൻ പറ്റി. അല്ലെങ്കിൽ പിന്നെ ലൈൻ ബസ്സൊക്കെ പിടിച്ച് ഇവിടുന്ന് നടന്ന് അങ്ങോട്ട് എത്താൻ കുറച്ച് ടൈം എടുക്കുകയും, അതാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അനുശ്രീയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് നടക്കുകയായിരുന്നു കേട്ടോ. അനുശ്രീയുടെ അച്ഛനാണ് മുന്നിൽ പോണത്, അമ്മ എൻ്റെ അടുത്തായിരുന്നു അമ്മ. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോയി, വണ്ടിയിൽ കയറി. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും വേദുട്ടൻ ആകെ മൂടിയായിരുന്നു, കാരണം അവനെ ആകെ പാല് കുടിക്കേണ്ടതും അങ്ങനെയൊക്കെ ആയിട്ട് അവനാകെ ഇതായിരുന്നു. വാശിയുണ്ടായിരുന്നു കുറച്ച് നേരം എന്നൊക്കെ പറഞ്ഞ്. ഉറങ്ങി എണീറ്റപ്പോൾ എന്നെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അമ്മ. പിന്നെ ഞാനിപ്പോൾ ജോബിന് പോകാത്തതുകൊണ്ട് അവ ഇപ്പോൾ ഫുൾ ടൈം എൻ്റെ കൂടെയാണല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നത്. പിന്നെ മീറ്റിംഗ് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, എല്ലാ കാര്യം ടീച്ചേഴ്സിനോട് പറയാൻ പറ്റി. പിന്നെ എന്താ പക്ഷേ ലാസ്റ്റ് നിമിഷം ആയതുകൊണ്ട് ടീച്ചേഴ്സിനെ വീട്ടിലേക്ക് പോകേണ്ട തിരക്കുമായി, അവർക്കും വീടെത്തണമല്ലോ, നമുക്കും വീട്ടിലേക്ക് പോകേണ്ട തിരക്കായി. കുറച്ച് നേരം വഴുകി. എത്ര നേരം വഴുകുക പറഞ്ഞാൽ നമുക്കതൊരു ചടപ്പാണ്, അവർക്കതൊരു ചടപ്പാണ്. ഇനിയിപ്പോൾ മീറ്റിങ്ങിന് എപ്പോഴൊന്നും പോകാൻ പറ്റില്ല, ഇങ്ങനെ കുറേ നേരം വഴുകുമ്പോൾ നമുക്ക് പറ്റില്ല. അപ്പോൾ പറ്റുന്ന പോലെ ഞങ്ങൾ പോകട്ടോ. പിന്നെ ഞങ്ങൾ കാറിൽ നിന്ന് അവരിങ്ങനെ വർത്തമാനങ്ങൾ ഓരോന്ന് പറഞ്ഞു, പഠിപ്പിൻ്റെ കാര്യങ്ങളും. അനുശ്രീയുടെ അച്ഛൻ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. അവൻ അന്നന്ന് എടുക്കുന്നത് അന്നന്ന് പഠിച്ച ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം. ശരിയാണ്, അന്നന്ന് എടുക്കുന്ന സബ്ജക്റ്റ് അന്നന്ന് പഠിച്ചാൽ നമുക്ക് ആർക്കും ഒരു കുഴപ്പമില്ല, സുഖം ഈസി ആയിട്ട് പഠിച്ചു പോരാം. നമ്മൾ ഈ ഡിലേ ആക്കി വെക്കുമ്പോഴാണ് പിന്നെ അത് ഭാരമായിട്ട് തോന്നുന്നത്. അന്നന്ന് പഠിച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ മലയാളമാണെങ്കിലും CBSE പഠിക്കുന്ന കുട്ടികൾക്ക് മലയാളം കുറച്ച് ടഫായിരിക്കും, ബാക്കി എല്ലാ സബ്ജക്റ്റും ഈസി ആയിരിക്കും, കാരണം അവർ ഇംഗ്ലീഷിലല്ലേ പറയുന്നത് ബാക്കിയെല്ലാം. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
ഇപ്പൊക്കെ നന്നായി പഠിക്കുന്നുണ്ട്, മാർക്സൊക്കെ എല്ലാം നന്നായി വാങ്ങുന്നുണ്ട്, ക്ലാസ്സിലൊക്കെ ഓക്കെ, നല്ല കുട്ടിയാണ്. ഇനിയിപ്പോൾ നമുക്ക് വരുന്ന ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് അറിയില്ല. ക്ലാസ് കൂടുന്തോറും പഠിക്കാനും കുറേ ഉണ്ടാവുമല്ലോ. 7 വരെ ഞങ്ങൾ CBSE പഠിപ്പിക്കണം വെച്ചിട്ടാണ് 8ക്ക് മാറ്റാം എന്നുള്ളൊരു പ്ലാനാണ് ഇതുവരെ ഉള്ളത്. ഇനി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പിന്നെ അവർ കുറേ കത്തിയൊക്കെ വെച്ചിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ, ഒരു PTA മീറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. പിന്നെ ഞങ്ങളിതാ വീടെത്തിയിട്ടോ. അപ്പോൾ അവനെ കണ്ടിട്ടുള്ള സന്തോഷമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ബൈ, ഹാവ് എ നൈസ് ഡേ.